അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇർഷാദുൽ ഇബാദ് സബ്ക്ക് 57. നിസ്കാരശേഷം ചൊല്ലേണ്ടുന്ന ദിക്റുകളെക്കുറിച്ചൊക്കെ വിശാലമായി പ്രതിപാദിച്ചതിന് ശേഷം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ്. വലികുല്ലിൻ ജുലൂസുൻ ദാഖിറൻ ലില്ലാഹി തആല ബഅദ സ്വലാത്തി സുബ്ഹി ഇലാ തുലൂഇ ശംസ്. വലികുല്ലിൻ എല്ലാവർക്കും സുന്നത്താണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇമാമ്, മഅ്മൂമ്, മുൻഫരിദ് ആരാവട്ടെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനായാലും ജമാഅത്തായി നിർവഹിച്ചവനായാലും എല്ലാവർക്കും സുന്നത്താണ്. ജുലൂസുൻ ദാഖിറൻ ലില്ലാഹി തആല ബഅദ സ്വലാത്തി സുബ്ഹി ഇലാ തുലൂഇ ശംസ്. സുബ്ഹി നിസ്കാരം നിർവഹിച്ച ഏതൊരാൾക്കും ആ നിസ്കാര ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കൽ സുന്നത്താണ്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ സുബ്ഹ് നിസ്കാര ശേഷം കഴിഞ്ഞുകൂട്ടൽ, അവിടെ തന്നെ ഇരിക്കൽ എന്ന് പറഞ്ഞാൽ ആ നിസ്കാര ശേഷം ദിക്റുമായി വ്യാപൃതനായി കഴിഞ്ഞുകൂടൽ സുന്നത്താണ്. അതിന് ഉപോത്ബലകമായ ഹദീസുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, ആരെങ്കിലും സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും സുമ്മ ഖഅദ യദ്കുറുല്ലാഹ തആല, പിന്നെ അവൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ ഹത്താ തതുലുഅ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ അല്ലാഹുവിനെ ദിക്റിലായി കഴിഞ്ഞുകൂടിയാൽ സുമ്മ സ്വല്ലാ റകഅതൈനി, എന്നിട്ട് 2 റകഅത്ത് അവൻ ഇശ്റാഖിന്റെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ. എന്നിട്ട് 2 റകഅത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ ഇശ്റാഖിന്റെ നിസ്കാരം എന്ന് പറയാം, അല്ല ദുഹാ നിസ്കാരം എന്ന് പറയാം. അങ്ങനെ ആ 2 റകഅത്ത് ദുഹാന്റെ വക്ത് വരെ അവൻ അവിടെ ഇരുന്നു. എന്നിട്ട് ദുഹാ നിസ്കാരം കൂടി നിർവഹിച്ചതിന് ശേഷമാണ് അവൻ ആ പ്രധാനമായ ഇബാദത്തിൽ നിന്നും പിരിയുന്നതെങ്കിൽ കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ, പൂർണ്ണമായ പരിപൂർണമായ സമ്പൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നതാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. റവാഹു തുർമുദി വഹസന, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തുർമുദി ഇമാം ഇത് ഹസനായ നല്ല ഹദീസാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, ദിവസവും ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി വാങ്ങാൻ പറ്റുന്ന, നമ്മൾ വളരെയധികം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം റമദാനിലൊക്കെ നമ്മൾ പള്ളിയിൽ പോയാൽ നിസ്കാരത്തിന് ശേഷം കുറച്ചൊക്കെ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നത് ഒഴിച്ചാൽ ബാക്കിയുള്ള കാലങ്ങളിലൊന്നും അവിടെ ഇരുന്ന് ദിക്ർ ചെല്ലുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്ന രീതി പൊതുവേ കാണാറില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നൊരു ദുസ്വഭാവം നമ്മളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അത് മാറ്റണം. നമ്മൾ നിസ്കാരം അവ്വൽ വക്തിൽ തന്നെ നിർവഹിക്കുക. അതാണ് പറഞ്ഞത്, നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ആ അവ്വൽ വക്തിൽ തന്നെ നിർവഹിക്കുന്നു. എന്നിട്ട് സാധാരണ പള്ളികളിലൊക്കെ 5 മണിക്ക് ബാങ്കാണെങ്കിൽ 5:20 നിസ്കാരം തുടങ്ങുക. ആ 5:20 നിസ്കാരം കഴിയുന്നത് 5:35 40 ആകുമ്പോഴേക്കായിരിക്കും. അതും കഴിഞ്ഞാൽ ഒരു 6:15 ആകുമ്പോഴേക്ക് സുബ്ഹ് ഖളാ ആവും. ആ സുബ്ഹ് ഖളാ ആകുന്നത് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂറിന്റെ താഴെ വരുള്ളൂ. അത്രയും സമയം നമ്മൾ ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഒക്കെ ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ ദുഹായുടെ വക്ത് കഴിഞ്ഞതിന് ശേഷം, ദുഹായുടെ വക്ത് കടന്നാൽ 2 റകഅത്ത് നിസ്കാരവും കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ ആവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, പൂർണ്ണമായ ഹജ്ജിന്റെ കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. പൂർണ്ണമായ ഉംറയുടെ കൂലി, ഒരു സൂര്യൻ ഉദിക്കുന്ന സമയം വരേക്കും പ്രത്യേകം ഇരിക്കൽ, അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ മറ്റ് ദുനിയവിയായ കാര്യങ്ങളുമായി ശുഗുല വേണ്ട. ഒറ്റ അടിക്ക് ഒരു കട്ടൻ ചായ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങാടിയിലേക്ക് പോയിട്ട് ആ ചായക്കടയിൽ ഇരുന്നിട്ട് വർത്തമാനം തുടങ്ങുന്ന ഒരു ദുശീലം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മൾ സുബ്ഹ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഔറാദുകളുമായി, കൂടുതൽ ദിക്റുകളുമായി കഴിഞ്ഞുകൂടേണ്ട സമയമാണ്. യാസീൻ ഓതാൻ കഴിയുന്നവർ യാസീൻ ഓതാം, ഖുർആൻ നോക്കി ഓതാൻ കഴിയുന്നവർ അതേ ഖുർആൻ ഓത്തുകൊണ്ട് വ്യാപൃതമാകുന്നതിനേക്കാളും വലിയ ഒരു ദിക്റും, കൂലി കിട്ടുന്ന ദിക്റും മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അക്ഷരശുദ്ധിയോടെ ഖുർആൻ ഓതാൻ പഠിക്കുകയും ആ സമയത്ത് ഖുർആൻ ഓതാനൊക്കെ സമയം ചെലവാക്കുകയും ചെയ്യുമ്പോൾ വലിയ പ്രതിഫലമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള മറ്റ് ദിക്റുകളൊക്കെ, അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇർഷാദിന്റെ ആദ്യ ഭാഗങ്ങളിലുള്ള സബക്കുകളിലൊക്കെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹുയുടെ മഹത്വങ്ങൾ നിരവധി അനവധി നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ആവർത്തിച്ച് കേട്ടു നോക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിൽ നിന്ന് തന്നെ വന്ന ഹദീസുകൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹുയുടെ മഹത്വത്തെ സംബന്ധിച്ച്, തഹ്ലീലിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞതാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ദിക്ർ എന്ന് പറഞ്ഞാൽ മാ യുസാബു അലൈഹി, കൂലി കിട്ടുന്ന ഏത് ഇബാദത്തിനും അള്ളാഹുവിനെ അനുസ്മരിച്ചു കൊണ്ടിട്ടുള്ള ഏത് പരാമർശങ്ങൾക്കും ഏത് അഖ്വാലിനിക്കും ദിക്ർ എന്ന് നമുക്ക് പറയാൻ പറ്റും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ കൂലി കിട്ടുന്ന നമ്മൾ വായ കൊണ്ട് പറയുന്ന ദിക്റുകളുമായി ദിക്ർ, ഖുർആനോത്ത്, സ്വലാത്ത് അതെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾക്ക് കഴിയുന്നത് ഏതാണോ ആ ഭാഗം നമ്മൾ പതിവാക്കാൻ വേണ്ടി കൂടുതൽ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരൊറ്റ ഹദീസും കൂടി പറയുകയാണ്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖഅദ ഫീ മുസല്ലാഹു ഹീന യൻസരിഫു മിൻ സ്വലാത്തി സുബ്ഹി ഹത്താ യുസബ്ബിഹ റകഅത്തൈൽ ദുഹ. ആരെങ്കിലും തൻ്റെ മുസല്ലയിൽ തന്നെ ഇരുന്നു സുബ്ഹ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഹത്താ യുസബ്ബിഹ റകഅത്തൈൽ ദുഹ, ദുഹ 2 റക്അത്ത് നിസ്കരിക്കുന്നത് വരെ, നേരത്തെ പറഞ്ഞത് 2 റക്അത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഈ ഹദീസിൽ വ്യക്തമായി ദുഹ എന്ന് തന്നെ പറഞ്ഞു. ദുഹ എന്ന 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുന്നത് വരെ അവൻ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ലാ യഖൂലു ഇല്ലാ ഖൈറ, അവൻ ഖൈറായ വർത്തമാനമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന ദിക്റുകളല്ലാതെ അവന്റെ വായയിൽ നിന്നൊന്നും വന്നിട്ടില്ല. അതേ ഇരുത്തത്തിൽ അവൻ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയാൽ ഗുഫിറ ലഹു ഖതായാഹു, അവന്റെ സകലമാന ദോഷങ്ങളും പൊറുക്കപ്പെടുന്നു. വ ഇൻ കാനത് അക്സറ മിൻ സബദിൽ ബഹർ, അത് കടൽ തിരമാലകളോളം കടലിലെ നുരകളോളം ഉണ്ടെങ്കിലും കളേക്കാൾ അധികരിച്ചതാണെങ്കിലും ശരി അവന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അതേ അത്യാവശ്യമായ ഒരു ഇബാദത്ത്. നമ്മുടെ ദോഷം ബാക്കിയുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് നമ്മൾ പാത്രീഭൂതരാവുന്നത്. ദോഷം ബാക്കിയായി മരിക്കുമ്പോഴാണ് നമുക്ക് മരണസമയത്ത് ബേജാറാവേണ്ടി വരുന്നത്. ദോഷം ബാക്കിയാകുന്നത് കൊണ്ടാണ് ഖബറിൽ അദാബ് അനുഭവിക്കേണ്ടി വരുന്നത്. ദോഷം ബാക്കിയുള്ളപ്പോഴാണ് അതേ കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. അള്ളാഹു തആല കാക്കുമാറാകട്ടെ. ആ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുക എന്നുള്ളതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ലക്ഷ്യം. അള്ളാഹു തആല തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കുക എന്നുള്ളത്. ഇത്തരം നല്ല പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹു തആല ദയാഭാരിതിയായ അടിമകളോട് സ്നേഹമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ അവന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. റവാഹു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുകയാണ്, ലഅൻ അജ്ലിസ മഅ ഖൗമിൻ യദ്കുറൂനല്ലാഹ അസ്സ വജല്ല. അതെ, മറ്റൊരു ഹദീസിൽ പറയുകയാണ് റസൂലുള്ളാഹ്, ലഅൻ അജ്ലിസ മഅ ഖൗമിൻ, ഞാൻ ഒരു വിഭാഗത്തിനോട് കൂടെ ഇരിക്കുന്നത്, യദ്കുറൂനല്ലാഹ അസ്സ വജല്ല മിൻ സ്വലാത്തിൽ അസ്രി ഇലാ അൻ തഗ്റുബ ശംസ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അസ്ർ നിസ്കാരം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. നേരത്തെ നമ്മൾ സുബ്ഹ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ് പറഞ്ഞതെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സമയമാണ് അസ്ർ കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ആ സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്ന ഒരു വിഭാഗത്തിനോട് കൂടെ ഇരിക്കുന്നതാണ്, ഒരു ദിക്ർ ഹൽക്കയിൽ പങ്കെടുക്കുന്നതാണ്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം, മിൻ അൻ ഉഅ്തിഖ സമാനിയതം മിൻ വുൽദി ഇസ്മാഈൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട തങ്ങന്മാരായ 8 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അതേ ഒരു ദിക്ർ ഹൽക്കയിൽ പങ്കെടുക്കുന്നതാണ്. അസ്റിന് ശേഷം മഗ്രിബ് വരെ ദിക്ർ ചൊല്ലുന്ന ഒരു വിഭാഗത്തിനോട് കൂടെ ഇരിക്കുന്നതാണ്. ഒരു അടിമയെ മോചിപ്പിക്കുന്നതിന് എത്രയാണ് പ്രതിഫലം! അതും ഇസ്മായിൽ നബിയുടെ പരമ്പര എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ പരമ്പരയാണ്. ആ പരമ്പരയിൽ വരുന്ന 8 അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരടിമക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വരുമെങ്കിൽ അത്രയും വലിയ ഉന്നത സ്ഥാനമുള്ള അടിമകളെ മോചിപ്പിക്കുമ്പോൾ അതിൻ്റെ പദവി എത്രയായിരിക്കും! ആ 8 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ദിക്ർ ചെല്ലുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെ ഒരു ദിക്ർ ഹൽക്കയിൽ പങ്കെടുക്കുന്നതാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. മാഷാ അല്ലാഹ്, നമ്മൾ കളിയിൽ അർമാദിക്കുന്ന സമയമാണത്. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. അത് മലക്കുകളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്
ഭൂമിയിലുള്ള ജനങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്ന വളരെ പരമപ്രധാനമായ സമയമാണ് സുബ്ഹിന് ശേഷവും അസ്റിന് ശേഷവുമുള്ള സമയം. കിതാബുകളിലൊക്കെ കാണാം, സത്യം ചെയ്യിപ്പിക്കാനൊക്കെ വളരെ ഗൗരവമുള്ള സമയമായിട്ട് അസ്റിന് ശേഷമുള്ള സമയം പറഞ്ഞിട്ട് കാണാം. ഒരു കോടതിയിലൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ സത്യം ചെയ്യിപ്പിക്കാൻ അതേ ഗൗരവമുള്ള സമയം തിരഞ്ഞെടുക്കണം, ഗൗരവമുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ വരെ കാണാം ഗൗരവമുള്ള സമയം എന്ന് പറഞ്ഞാൽ അസ്റിന് ശേഷം അത് വളരെ ഗൗരവമുള്ള സമയമാണ്. ആ സമയം സത്യം ചെയ്യിപ്പിക്കാൻ തിരഞ്ഞെടുക്കാം. ഗൗരവമുള്ള സ്ഥലം മിമ്പറിന്റെ സമീപത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള സ്ഥലമായിട്ട് സത്യം ചെയ്യിപ്പിക്കാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള ഒരു സമയമായിട്ടാണ് ഈ അസ്റിന് ശേഷമുള്ള സമയത്തെ മഹാന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അസ്റിന് ശേഷമുള്ള സമയം, അതുപോലെ തന്നെ സുബ്ഹിന് ശേഷമുള്ള സമയം, മലായിക്കത്തൊക്കെ അള്ളാഹുവിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നേരത്തെ ഇറങ്ങിയ മലക്കുകളൊക്കെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്ന 2 മലക്കുകളുടെ സമയമാണ് എന്നതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം കൂടുന്നുണ്ട്. രാവിലെ ഇറങ്ങിയ മലക്കുകൾ വൈകുന്നേരം കയറി പോകുന്നു, വൈകുന്നേരം പുതിയതായ മലക്കുകൾ ഇറങ്ങി വരുന്നു. അപ്പൊ ആ 2 മലക്കുകളും ഭൂമിയിൽ സംഗമിക്കുന്ന ഒരു പ്രത്യേക സമയമാണ് ഈ രാവിലെയും വൈകുന്നേരവുമുള്ള സുബ്ഹിന് ശേഷം അസ്റിന് ശേഷവും ഒക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട സമയം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മലക്കുകൾ സാക്ഷികളാകുന്ന, ഒരുപാട് മലക്കുകൾ നിരീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയത്തെ വളരെ ജീവിതത്തിലെ പരമപ്രധാനമായ സമയമായി മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നരകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. നമ്മളെ പറ്റിപ്പോയ ബാത്തിലായി പോയ നിഷ്ഫലമായി പോയ അഅ്മാലുകൾ അല്ലാഹു തആല ശരിയാക്കി തരുമാറാകട്ടെ. തഖബ്ബലഹാ ബിമന്നിഹി മിന്നാ, നമ്മളിൽ നിന്നും അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.